ഭവ്യ, പ്രണയമുണ്ടോ? ഓഫ് കോഴ്സ് പ്രണയമുണ്ട്. എന്താ സംശയം? ഇനി അയാളെ തന്നെ വിവാഹം കഴിക്കൂ? അതെ, അയാളെ തന്നെ വിവാഹം കഴിക്കും. ആരെയൊന്നും ചോദിക്കല്. ശരി, അതൊന്നും വേണ്ട. ഈ ജാതകം ഒക്കെ നോക്കിയിട്ടാണോ പ്ലാൻ? എങ്ങനെയാണ് കല്യാണത്തിന്? ഒരിക്കലുമല്ല. കാരണം പ്രണയിക്കുവാണെങ്കിൽ അങ്ങ് കെട്ടിയേക്കണം എന്ന് പറഞ്ഞ എന്റെ ഒരു ഹീറോ ഉണ്ട് ഇവിടെ. അതാര്? അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഹരി പത്തനാപുരം. പ്രിയപ്പെട്ട യാഥാസ്ഥിതികരെ, പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൃദയപൂർവ്വം സോഷ്യൽ കാറ്റലിസ്റ്റ് ഹരി പത്തനാപുരം. ഞാൻ പറഞ്ഞത് കേട്ടോ? എന്റെ ആരാണെന്ന് പറഞ്ഞേ? ഹീറോ എന്റെ ഹീറോ എന്ന് പറഞ്ഞേ. പ്രണയിക്കണം, കെട്ടിയേക്കണം. പ്രണയം വന്ന് തലക്ക് പിടിച്ചിട്ടുണ്ടോ തോന്നുന്നല്ലേ? അതെന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനല്ല, ഇത് വീട്ടുകാരോടൊന്ന് അവതരിപ്പിക്കണം. അപ്പൊ അതിന് വേറൊരു മാർഗവും അന്നേരം ഒരു പ്രോഗ്രാം കിട്ടുകയും ഷോ കിട്ടുകയും ചെയ്ത് അതിന് ഐസായിട്ട് ഇപ്പൊ അവര് കാണുമല്ലോ. അപ്പൊ അവരോട് അത് അവതരിപ്പിച്ചു. അതല്ലേ സൈക്കോളജിക്കൽ മൂവ്. എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എനിക്കൊരു പ്രണയമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കണ്ടിട്ട് പ്രണയം ഉണ്ടോ തോന്നി? ഇങ്ങനെ കണ്ടിട്ട് പ്രണയം ഉണ്ടോ എന്നൊക്കെ പറയാൻ പറ്റുമോ? എങ്ങോട്ട് എന്നാലും പ്രണയിക്കാൻ പറ്റുന്ന ആളാണ്. പ്രണയം ഉണ്ടോ? അതെ, ഞാൻ പ്രണയിക്കാൻ പറ്റുന്ന ആളാണെന്നാണോ? അതാണ് കേട്ടല്ലോ എല്ലാരും അല്ലേ? ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഹരി പത്തനാപുരത്തിന്റെ സോഷ്യൽ മീഡിയയിലെ മറുപടികളൊക്കെ അതിഗംഭീരാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യോതിഷം ഇങ്ങനെയും പറയാമല്ലേ? ഇതെന്റെ കാര്യം എനിക്ക് സംശയം തോന്നിയത്, ഈ സോഷ്യൽ മീഡിയയിലെ യൂത്തന്മാരെ പയ്യന്മാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടല്ലേ ഇത്തരത്തിലുള്ള നമ്പറുകൾ മറുപടിയായി നൽകുന്നത്? സത്യം പറയണം. അല്ല, ശരിക്കും ഈ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നതാണ് പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കാൻ പാടില്ല എന്നുള്ളത്. ജ്യോതിഷത്തിലെ നിയമമാണ്. ആ നിയമത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. യസ്യാം മനസമാസക്തം താമേവ വിവഹേൽ ബുധ സർവാനുഗുണഭാഗേബി മനോനുഗുണതാധിക എന്നടക്കം ഒരുപാട് പദ്യങ്ങളിൽ പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ ശരിക്കും എൻ്റെയും ഞാൻ കല്യാണം കഴിച്ച വൈഫിൻ്റെയും നാളുകൾ തമ്മിൽ ചേരത്തില്ല. പ്രണയത്തിന് മുമ്പ് ചോദിച്ചായിരുന്നോ? ഇല്ല, ചോദിച്ചില്ല. അതാ ഞാൻ പറയാം. നമുക്കൊരാളോട് പ്രണയം തോന്നുമ്പോൾ അയാളോട് ചെന്നിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് തരൂ, ജോത്സനെ കാണിച്ചിട്ട് പ്രണയിക്കാനാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ? നമുക്ക് പ്രണയം തോന്നിയ ആളോട് കണ്ടപ്പോൾ ആദ്യം ഒരു ഇഷ്ടം തോന്നി, അല്ല ജാതകം മേടിച്ചിട്ടല്ലല്ലോ പ്രേമിച്ചേ, പ്രേമോടോ സമ്മതിച്ചേ. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം ഞാനും അങ്ങനെ പ്രണയിച്ചു. പിന്നെ കല്യാണം എടുത്തപ്പോഴാണ് അത്തരത്തിൽ ജാതകത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത്. മധ്യമരഞ്ജു എന്ന് പറയുന്ന ഒരു ദോഷമാണ്. 9 നാളുകൾ യോജിപ്പിക്കാൻ പാടില്ല എന്ന് ജ്യോതിഷത്തിൽ പറയുന്നത്. അങ്ങനെ അച്ഛൻ വലിയ ജ്യോതിഷമാണ്. അപ്പോൾ അച്ഛൻ എതിർത്തു. അപ്പം ഞാൻ അന്ന് എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ കുറേ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചൊരു പദ്യമൊക്കെ കണ്ടുപിടിച്ച് അച്ഛൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഗണ്ണാന്താൽ സമനാടികം വേദസ്തു ദുർമൃത്യുതോ എന്നൊക്കെ പറഞ്ഞു. അച്ഛനെന്ന് അറിയാം, പക്ഷേ ഇപ്പം വക്കീൽ ജഡ്ജിയുടെ മുമ്പിൽ നിയമങ്ങൾ അവതരിപ്പിക്കുന്നത് ജഡ്ജിക്ക് അറിയാത്തതുകൊണ്ടല്ലോ. അങ്ങനെ കല്യാണം നടന്നു. 10 ദിവസം അടിയുണ്ടാവും, 5 ദിവസം വീണ്ടും 10 ദിവസം അടിയുണ്ടാവും, 5 ദിവസം വീണ്ടും 2 പിള്ളേരും ഉണ്ട്. അത് കൊള്ളാം. അതായത് എനിക്ക് ഹരിചേട്ടന്റെ ഏറ്റവും വൈറലായിട്ടുള്ള വീഡിയോ മറ്റേ ആ വീട്ടമ്മ വിളിച്ചായിരുന്നു. അതായത് എന്റെ ഭർത്താവ് മുഴുക്കുടിയനാണെന്നുള്ള മറ്റേ വീഡിയോ. ഈ ചെറുത് 2 അടിക്കണം, ഇത്രയും പണി കഴിഞ്ഞിട്ട് ചെറുതടിക്കുന്നതാണോ ഇതിൽ കുടിയൻ എന്ന് ചോദിക്കുന്ന ചേട്ടൻ മറുപടി ജോലി ചെയ്തിട്ട് ഞായറാഴ്ച 2 പെഗ് അടിച്ചില്ലെങ്കിൽ പൂജ ചെയ്യണത്. ഏതൊരു ബാറിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഹരിപത്രാപുരം ബാറിന്റെ ഐശ്വര്യം. അതേപോലെ എൽദോ, എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റ് വീഡിയോ ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രണവ് മോഹൻലാലിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ ഒരു ലേഡി ചേട്ടനെ വിളിച്ചു. ചേട്ടാ അതിന്റെ മറുപടി എന്തായിരുന്നു? പ്രണവ് മോഹൻലാലിനെ ആ കുട്ടിക്ക് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടല്ലോ. പ്രണവ് മോഹൻലാലിന്റെ ആഗ്രഹം വരണ്ടേ? അങ്ങനെ കുട്ടി ശരിക്കും സീരിയസ് ആയിട്ട് ആ കുട്ടിക്ക് പ്രണവ് മോഹൻലാലിനോട് വലിയ പ്രണയമുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അത് പിന്നെ എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഇതിൽ എൻ്റെ ഒരു സംശയമുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ പറയുവാണ്, എനിക്ക് പ്രണവ് മോഹൻലാൽ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ കെട്ടിയതാണല്ലേ, അത് വേണ്ട, വേറെ ആരെങ്കിലും ഒരു കാമുകനില്ലേ? വേണ്ട, പോട്ടെ. എനിക്ക് ഒരാളെ കല്യാണം കഴിക്കണം ഞാൻ പറയുവാണ്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അരിച്ചേർന്ന് നിങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ ഈ ജ്യോതിഷത്തിൽ? അങ്ങനെ ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ ഐശ്വര്യ റായിയെ കെട്ടിയത്. ഐശ്വര്യ റായിയാണ് ഏറ്റവും പ്രിയപ്പെട്ട. അല്ല, ചുമ്മാ പറയാം, പണ്ടത്തെ സുന്ദരിയില്ലേ, നമ്മുടെയൊക്കെ ഒരു ഏജ് വരുന്ന സമയത്ത്. നമ്മുടെ അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ ഐശ്വര്യ റായിയെ കെട്ടിയനെന്ന്. വീട്ടിലൊരു ചേച്ചി ഉണ്ടല്ലോ അല്ലേ, കേൾക്കുന്നുണ്ട്. പാവങ്ങളുടെ ഐശ്വര്യ റായി. പാവങ്ങളുടെ ഐശ്വര്യ റായി. ഓക്കെ. അപ്പൊ ഈ ഹരിച്ചേട്ടൻ വരുന്നോണ്ട് എനിക്ക് തോന്നുന്നു ആരൊക്കെയോ ഹരിച്ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, എന്തൊക്കെയോ സംശയങ്ങളായിരിക്കും. ചേട്ടനെ കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായത്. എനിക്ക് 32 വയസ്സായി. എനിക്ക് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത് എനിക്ക് ചൊവ്വാദോഷമാണെന്നാണ്. അങ്ങനെ ഞാൻ പല മതത്തിൽ നിന്നും പ്രേമിച്ചു, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല.
ഞാൻ കാര്യം വളരെ കാര്യമായിട്ട് പറയണ കേട്ടോ. എനിക്ക് പ്രേമിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഈ ചൊവ്വാദോഷം വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മ എതിർത്ത് എനിക്ക് കല്യാണം കഴിക്കാനും പറ്റത്തില്ല. അമ്മയാണെങ്കിൽ ചൊവ്വാദോഷം കൊണ്ടേ അടങ്ങുള്ളൂ. എനിക്ക് ഇത് മാറ്റാൻ വല്ല വഴിയുണ്ട്? ഇനി ഞാൻ ഈ ചൊവ്വയ്ക്ക് മാറി ബുധൻ വ്യാഴം എന്തെങ്കിലും ശരിക്കും മനുഷ്യൻ ചൊവ്വയെ പോകാൻ തുടങ്ങുന്ന സമയത്താണ് ചൊവ്വാദോഷമായിട്ട് നിങ്ങൾ നിൽക്കുന്നത്. അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വയസ്സായിട്ടും അത് അമ്മയെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. കാരണം അച്ഛൻ അപ്പുറത്തുനിന്ന് കൺവിൻസ് ചെയ്യുന്നുണ്ടേ. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേൾക്കും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേൾക്കില്ല. എന്നിട്ട് എന്താ ചെയ്യാൻ പറ്റും? ഈ ചൊവ്വാദോഷം ശരിക്കും ഈ ചൊവ്വാദോഷം ശരിക്കും പറഞ്ഞത് സീരിയസ്ലി പറഞ്ഞാൽ ഇതൊരു വലിയ സംഭവമല്ല. എനിക്കൊന്ന് പണ്ട് മുതലേ ആളുകൾ ജ്യോതിഷത്തെ പറ്റി പറയുന്നതും ട്രോളുന്നതും പേടിപ്പിക്കുന്നതും ഈ ചൊവ്വാദോഷത്തെ പറ്റിയാണ്. ശരിക്കും ഇതൊരു ക്യാരക്ടർ സ്റ്റഡിയാണ്. അതായത് ഒരാളുടെ സ്വഭാവ രീതികളെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഈ സ്ത്രീകളുടെ ജാതകത്തിൽ 7-ലോ 8-ലോ ചൊവ്വ നിന്നാൽ അവരിത്തിരി അഗ്രസീവായിട്ട് പെരുമാറുന്നവരും പെട്ടെന്ന് പ്രതികരിക്കുന്നവരും അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ആണുങ്ങളെ സംബന്ധിച്ച് ഏത് കാര്യവും ഡയറക്റ്റ്ലി സംസാരിക്കുകയും ഓർത്തു നോക്കി പറയുകയും അതിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ആളുകളാണ് 7-ൽ ചൊവ്വ നിൽക്കുന്നവരാണ് എന്നാണ് പുരുഷന്മാരെ പറ്റി പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്കത് പറ്റുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇത് ശരിക്കും ഈ ചൊവ്വാദോഷമുള്ളവരെ കെട്ടിയെന്ന് പറഞ്ഞിട്ട് ജീവിതം പോകുമെന്നോ മരിച്ചു പോകുമെന്നോ എന്നുള്ളൊരു കാര്യമേ ഇല്ല. അന്നത്തെ കാലത്തൊരു ക്യാരക്ടർ സ്റ്റഡിയിൽ പറഞ്ഞ കാര്യത്തെ ഇപ്പോഴും പല ആളുകളും ഭയപ്പാടോടുകൂടി കാണുന്നു എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം. ഈ പൊരുത്തം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുക എന്നുള്ളതിനപ്പുറം 10 പൊരുത്തവും ഉത്തമമായാൽ ഇവിടെ ഒരു ദാമ്പത്യ ജീവിതവും തന്നെയാവട്ടെ. അത് പരസ്പരം മനസ്സിലാക്കലുകളാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൽദോ നേരത്തെ നമ്മുടെ ബിൻസിയും ഭർത്താവും വന്നപ്പോൾ പറഞ്ഞു ഭർത്താവ് കഷ്ടപ്പെടുന്ന ഇതെല്ലാം ബിൻസി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് സ്റ്റാർ ആവുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഒരു ഇത്തിരി ഈഗോ ഉള്ള ആളാണെങ്കിൽ അത് മതി ഇല്ലവൻ അടിയുണ്ടാവാൻ. പക്ഷേ അദ്ദേഹം എത്ര തന്മയത്വത്തോടു കൂടി അദ്ദേഹത്തിന് ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. അദ്ദേഹം എത്ര തന്മയത്വത്തോടു കൂടി ആ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞു മെച്ചുവറായിട്ട്. അപ്പം ഇതാണ് ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടത്. പൊരുത്തം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ 30 വയസ്സ് കഴിഞ്ഞ് പൊരുത്തം നോക്കാൻ നടന്നാൽ നിങ്ങൾ ഞാൻ അടിക്കും കേട്ടോ. എല്ലാവരും ക്രൂരനാക്കരുത്. ഇത് അമ്മയെടുത്ത് പറയണം, ഇല്ല അമ്മയെ കൊണ്ട് തന്നെ വിളിപ്പിക്കണം, ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഹരി വളരെ റീസെന്റ് ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗമായ ആളാണ്. വന്നിട്ട് 3 മാസമായുള്ളൂ. പക്ഷെ 3 തവണ ബൈക്കിൽ നിന്ന് വീണ് കാല് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ചൊവ്വാദോഷം ശരിക്കും ഈ കാലിൽ എന്തെങ്കിലും ശരിക്കും ബൈക്കിൽ നിന്ന് 3 പ്രാവശ്യം വീണില്ലേ? ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. മൊബൈൽ ഉപയോഗിക്കരുത് വണ്ടി ഓടിക്കുമ്പോൾ. മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കരുത്. 3 കാര്യങ്ങൾ. ഹരി ഓക്കെ അല്ലേ? ചുമ്മാ കാര്യം മദ്യപിക്കുന്നില്ല, വായിച്ചു കളഞ്ഞ നിൽക്കുന്നിടത്ത് വേറെ പ്രശ്നമില്ല. ചൊവ്വാദോഷം മാറിയല്ലോ, മാറി. അപ്പൊ എന്തായാലും ചൊവ്വയും ബുധനൊന്നും കല്യാണത്തിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് അങ്ങ് നിൽക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുട്ടിയെടുത്ത് ഒരു പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞു കൊടുത്തേരെ. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ നമ്മളൊക്കെ വീട് വെക്കുമ്പോൾ എല്ലാവരും പറയുന്ന സാധനമാണ് വാസ്തു നോക്കുക എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു, വാസ്തു നോക്കാതെയാണ് ഞാൻ വെച്ചത്. പക്ഷേ ഇവന്റെ വീടിന്റെ കട്ടള വെച്ച് 3-ാം ദിവസം കട്ടള പെടഞ്ഞാടി. ശരിക്കും ഈ വീട് വെക്കുമ്പോൾ വാസ്തു നോക്കുന്നത് തെറ്റൊന്നും ഉള്ള കാര്യമല്ല. നമ്മുടെ പഴയ വാസ്തു വിദ്യ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരു വീട് എങ്ങനെ നിർമ്മിക്കണം, ശരിക്കും കാറ്റും വെളിച്ചവും കടന്നു വരുന്ന തരത്തിൽ നിർമ്മിക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ചെറിയ വസ്തുവിൽ വീട് വെക്കേണ്ടി വരുമ്പോൾ നമുക്ക് വാസ്തുവിലെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് വീട് വെക്കുന്നത് നമുക്ക് സാധ്യമല്ല. പിന്നെ നമ്മളെപ്പോഴും കാലഘട്ടത്തിനനുസരിച്ച് ഒന്ന് ചിന്തിക്കണം. ഒറ്റ ഉദാഹരണം കൂടെ പറയാൻ പെട്ടെന്ന്. എനിക്കൊരു പയ്യൻ്റെ ഒരു മെസ്സേജ് വന്നതാണ്. ഒരിക്കൽ അവൻ്റെ വീട് വെച്ചു, വീട് പണി പൂർത്തിയാക്കി ഗൃഹപ്രവേശത്തിന് മുഹൂർത്തം എടുത്തു. അപ്പോൾ ഈ വഴിയെ പോകുന്ന ആളുകളുണ്ട്, വാസ്തു എന്ന് പറഞ്ഞിട്ട് കയറി വന്നിട്ട് കംപ്ലീറ്റ് നെഗറ്റീവ് പറയും. ഒരു ഉദാഹരണം കൂടെ വെച്ച് പറയും. എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പറ്റി. ഞാൻ പണ്ടെൻ്റെ അച്ഛനെ ഒന്ന് മരുന്ന് കഴിച്ച് സെഡേഷനായി ആശുപത്രി കിടന്നു. ഡിസ്ചാർജ് ആവാൻ തുടങ്ങിയപ്പോൾ അതുവഴി ഒരാൾ കടന്നു പോയിട്ട് ചോദിച്ചു, വൈദ്യരല്ലേ? എൻ്റെ അച്ഛൻ വൈദ്യനും ജ്യോത്സ്യനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അതെ, അയാൾ കയറി എന്ത് പറ്റി? അച്ഛൻ പറഞ്ഞ ഇങ്ങനെ സെഡേഷനായിട്ട് വീണാണ്, ഇപ്പോൾ ഡിസ്ചാർജ് ആവുകയാണ് 4 മണിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു വീടിനടുത്ത് ഭാർഗവൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇതുപോലെ ഗുളിക കഴിച്ച് സെഡേഷനായി വീണു, അഡ്മിറ്റായി, ഡിസ്ചാർജായി വീട്ടിൽ ചെന്നപ്പോഴേ കുഴഞ്ഞു വീണ് മരിച്ചത്. ഡിസ്ചാർജ് ആവാതിരിക്കുന്ന ആളോട് പറയാൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ഡോക്ടറോട് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചേക്കണേടാണ് എന്ന് പറഞ്ഞ പോലെ വഴിയെ പോയ ഒരാൾ വന്നിട്ട് പറഞ്ഞു അവരുടെ വീടിൻ്റെ യൂറോപ്യൻ ക്ലോസറ്റ് പടിഞ്ഞാറോട്ട് ആണ് ഇരിക്കുന്നത്. സൂര്യന് നേരെ പ്രശ്നം വന്നാൽ അത് 3 ദോഷമാണെന്ന് അമ്മ എടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയാകെ ഭയന്നു. ഈ അമ്മ പേടിച്ചിട്ട് അവനോട് പറഞ്ഞു, മോനെ എല്ലാ യൂറോപ്യൻ ക്ലോസറ്റും മാറ്റണം, എല്ലാം അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, 3 ലക്ഷത്തോളം രൂപ ചിലവാണ്. അപ്പോൾ എനിക്ക് വോയിസ് അയച്ച. അപ്പോൾ അവനങ്ങനെ വിഷമിച്ചു. കാരണം കഷ്ടപ്പെട്ട് ഗൾഫിൽ കിടന്ന് മുണ്ട് മുറുക്കി കൊടുത്ത് അവൻ ഇനി 3 ലക്ഷം രൂപ ഉണ്ടാക്കണം. അപ്പം ഞാൻ ആ അമ്മയുടെ നമ്പർ മേടിച്ചു. എന്നിട്ട് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, പണ്ടത്തെ ആളുകൾക്കറിയാം അയ്യത്തും പറമ്പിലും ആറ്റുവക്കത്തും ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കിഴക്കെവിടാ, പടിഞ്ഞാറെവിടാ, തെക്കെവിടാ, വടക്കെവിടാന്ന് അറിയത്തില്ല. ആരും കാണാതൊന്നും ഇരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പിന്നീട് മറപ്പുരകളായി, പിന്നീട് വസ്തു കുറഞ്ഞപ്പോഴാണ്
ഇത് വീടിനുള്ളിലേക്ക് കയറ്റിയത്. വാസ്തുവിൽ എവിടെ യൂറോപ്യൻ ക്ലോസറ്റ്? അത് സത്യം. വാസ്തുവിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലല്ലോ, ഇത് ഇപ്പൊ വന്ന സാധനമല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മുടെ വാസ്തുവാണെങ്കിൽ അടക്കമുള്ള ഗ്രന്ഥങ്ങളെ ഇന്നത്തെ എന്തെങ്കിലും ഒരു സാധനം അതിനകത്തോട്ട് അടിച്ചിട്ടിട്ട് അത് കുറ്റമാണെന്ന് പറഞ്ഞ് വീട് പണി എപ്പോഴും മനസ്സിലാക്കുക, ഒരു വിവാഹം നടത്താനാണ് ജ്യോതിഷം, വിവാഹം മുടക്കാനല്ല. ഒരു വീട് പണിയാനാണ് വാസ്തു, വീട് പണി തടസ്സപ്പെടുത്താനോ അവരുടെ വീട് വിറ്റു പോകാനോ അല്ല. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഒന്നിനും തടസ്സമല്ല ജ്യോതിഷം. അതെ, ജ്യോതിഷം നടത്താനാണ്, വിവാഹം നടത്താനാണ് ജ്യോതിഷം, ജീവിതം നല്ലതുപോലെ കൊണ്ടുപോകാനാണ് ജ്യോതിഷം, ജോലി കിട്ടിക്കാനാണ് ജ്യോതിഷം, നല്ലതുപോലെ ജീവിപ്പിക്കാനാണ് ജ്യോതിഷം, തടസ്സപ്പെടുത്താനല്ല. വാസ്തുവും വീട് വെക്കാനാണ്, വീട് വിറ്റു പോകാനല്ല, വീട് പണി തടസ്സപ്പെടുത്താൻ. അതാണ് മറുപടി അല്ലേ? താങ്ക് യു. ഒരുപാട് സന്തോഷം. ഹരിചേട്ടന്റെ വാക്ക് കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര. എനിക്ക് ആ ഗിഫ്റ്റ് അതില്ല. ഞങ്ങൾ മറക്കാതിരിക്കാൻ ഓർമ്മിപ്പിക്കുക. ഓക്കെ, പ്രിയപ്പെട്ട ഹരി പത്മനാഭപുരത്തിന് പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ ഗിഫ്റ്റ് ഹാമ്പർ നൽകുകയാണ്. താങ്ക് യു സോ മച്ച് ഹരിചേട്ടാ. താങ്ക് യു ഹരിചേട്ടാ. താങ്ക് യു.